നടൻ മണിയമ്പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ വൈദ്യപരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. അപകടം നടക്കുമ്പോൾ മണിയമ്പിള്ള രാജു മദ്യപിച്ചിരുന്നതായി ആരോപണമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ പരിശോധനാ ഫലം രാജുവിന് നിർണായകം. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയാം അജ്മൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ദിവസമാണ് മണിയമ്പിള്ള രാജു ട്രിവാൻഡ്രം ക്ലബിന് സമീപത്ത് വെച്ച് അദ്ദേഹം ഓടിച്ചു വന്ന വാഹനം മറ്റൊരു ബൈക്കുമായി ഇടിക്കുകയുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ അദ്ദേഹം വാഹനം നിർത്താതെ പോയി. അത് തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ പോലീസ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധന പോലീസ് നടത്തിയിരുന്നു. സ്വാഭാവികമായും ആ വൈദ്യപരിശോധനാ ഫലത്തിൻ്റെ റിസൾട്ട് ഇന്ന് പുറത്തു വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അന്ന് ഈ അപകടമുണ്ടായിട്ട് മണിയമ്പിള്ള രാജു വാഹനം നിർത്താതെ പോയ സാഹചര്യത്തിൽ അദ്ദേഹം മദ്യപിച്ചിരുന്നതായി പല കോണുകളിൽ നിന്ന് ആരോപണങ്ങളും പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ മണിയമ്പിള്ള രാജു ഈ പരിശോധനാ ഫലം എന്ന് പറയുന്ന വൈദ്യപരിശോധനാ ഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും DCP ഇന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി കമ്മീഷണർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടെന്ന് കൈമാറുന്നുണ്ട്. കാരണം ഈ ആദ്യഘട്ടത്തിൽ മണിയമ്പിള്ള രാജു പറഞ്ഞത് ഈ വിഷയത്തിൽ ഞാൻ പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിൽ ഹാജരായാൽ മതിയെന്നുമായിരുന്നു. പക്ഷേ പോലീസ് പറയുന്നത് മണിയമ്പിള്ള രാജു അത്തരത്തിലൊരു വിവരവും പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടില്ല എന്നാണ്. അതുകൂടാതെ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട് അടച്ചിട്ട നിലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനം അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച സമയത്ത് പോലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ഏതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇന്ന് DCP കമ്മീഷണർക്ക് കൈമാറുന്നത്. ഏതായാലും ഈ വൈദ്യപരിശോധനാ ഫലം കൂടാതെ മറ്റൊരു രാസപരിശോധനാ ഫലം കൂടി വിഷയത്തിൽ മണിയമ്പിള്ള രാജുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്താൻ ഒരുങ്ങുകയാണ്. കാരണം സംഭവം നടന്ന 10 മണിക്കൂറിന് ശേഷമാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടാനായത്. അപ്പോൾ അദ്ദേഹം മദ്യപിച്ചിരുന്നതായും മറ്റുമുള്ള ആരോപണങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതൊരു കൃത്യമായ വിവരം ലഭിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് ഒരു രാസപരിശോധനയിലേക്ക് കൂടി ഈ വിഷയത്തിൽ കടക്കാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.